അങ്ങനെയുള്ള ഒരു പ്രവാചകനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ വരുതിക്കുള്ളിൽ നിർത്തുക എന്നത് നമ്മുടെ ഒരു ശീലമാണെങ്കിലും ആരോഗ്യകരമായ ഒരു സമീപനമല്ല എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രവാചകന്മാരെക്കുറിച്ചും സ്പർശിച്ച് സംസാരിക്കാൻ എനിക്ക് സാധ്യമല്ലെങ്കിലും അതിന് ശ്രമിക്കുന്നത് പോലും അസംഗതമാണെങ്കിലും പ്രവാചകൻ മുഹമ്മദിനെക്കുറിച്ച് മാത്രം കുറച്ച് മിനിറ്റുകൾ സംസാരിക്കാം. പ്രവാചകൻ മുഹമ്മദ് എന്ന് പറയുന്ന വിപ്ലവകാരി ദൈവമാർഗത്തിലൂടെ മനുഷ്യ സമൂഹത്തിന് രൂപവിധാനം നിർവഹിക്കുവാൻ പ്രതിജ്ഞാബദ്ധനായി പ്രവർത്തിച്ച് വിജയിച്ച വിപ്ലവകാരി എന്ന നിലയിൽ അദ്ദേഹത്തെ വിലയിരുത്തിയ നിരവധി പ്രതിഭാശാലികൾ എൻ്റെ മനസ്സിലിപ്പോൾ നിരനിരയായി വന്നു നിൽക്കുന്നു. ഞാൻ അറിയുന്നതും ഇപ്പോൾ മനസ്സിലാക്കി വരുന്നതുമായ ഒരു വസ്തുത, ഈ സമൂഹം കേവലം സത്യവേദ വിശ്വാസികളുടെ മാത്രമായ ഒരു സമൂഹമല്ല എന്നാണ്. എല്ലാ മതത്തിലും പെടുന്ന ആളുകൾ ഇവിടെയുണ്ട്. വേദിയിൽ തന്നെ നിങ്ങൾക്കത് ബോധ്യവുമായി. പ്രവാചകൻ നമ്മുടേതാണ്. ഇവിടെ എൻ്റെ സഹോദരി സൂചിപ്പിച്ചതുപോലെ ഞാനും സൂചിപ്പിക്കുന്നു. ഞാൻ ഒരു മുസ്ലിമേതര സമുദായത്തിൽ പിറന്നവനാണ്. അമുസ്ലിം എന്ന പദം ശാസ്ത്രീയമായി ശരിയല്ലെങ്കിലും നമ്മൾ പറയുമ്പോൾ സൂക്ഷ്മതലത്തിൽ ശുദ്ധമോ എന്നന്വേഷിക്കണ്ടേ, ശരിയല്ലെങ്കിലും വ്യാവഹാരിക രീതിയ ഞാൻ ഒരമുസ്ലിമാണ്. പക്ഷെ ഞാൻ കരുതുന്നത് പ്രവാചകൻ മുഹമ്മദ് എന്റേതുമാണ് എന്ന്. ഇവിടെ സഹോദരി സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ മുഴങ്ങിക്കേട്ട സംസ്കാരത്തിന്റെ ദ്യുതി അവരും പ്രവാചകന്റെ ആരാധക സമൂഹത്തിലെ ഒരാളാണ് എന്നാണ്. കാരണം നന്മ എവിടെയും ഘോഷിക്കപ്പെടുന്നു, വലുപ്പം എവിടെയും അംഗീകരിക്കപ്പെടുന്നു. ദൈവമാർഗത്തിലുള്ള നടത്തം സമൂഹം, ലോകം, കാലം അംഗീകരിക്കുന്നു. അക്കൂട്ടത്തിലാണ് അവരും എന്ന് ഞാൻ ധരിക്കുന്നു. വിവേകാനന്ദൻ എന്ന് പറയുന്ന ഒരു വലിയ ഹൈന്ദവ ദാർശനികൻ ഉണ്ടായിരുന്നു. നമുക്കൊരുപാട് ധാരണകൾ തിരുത്താൻ ശ്രമിക്കാം. ആ ഹൈന്ദവ ദാർശനികൻ വിശ്വവിശ്രുതങ്ങളായ സകല മതങ്ങളെയും മതദർശനങ്ങളെയും ആഴത്തിൽ പഠിച്ച് വിലയിരുത്തിയ ഒരു മഹാമതിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ സ്വിറ്റ്സർലൻഡിൽ വെച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു കാര്യമുണ്ട്, ഒരാശയശകലമുണ്ട്. ആ ശകലം ഇതാണ്: ലോകത്തിലെ വിശ്രുതങ്ങളായ മതങ്ങളുടെ ദാർശനിക മണ്ഡലങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചു. എന്റെ നാട്, ഇന്ത്യ എന്ന എന്റെ നാട്, ലോകത്തിന്റെ മുന്നിൽ ഉയർത്തിവെച്ച ഏറ്റവും ഉയർന്ന ദർശനം, ആധ്യാത്മിക ദർശനം അദ്വൈതം ആണ് എന്നവർ പറഞ്ഞു. സൂചിപ്പിക്കാൻ മാത്രം പറയുന്നതാണ്. എന്നാൽ ആ അദ്വൈതത്തെ സമൂഹം വേണ്ട രീതിയിൽ പരിചയപ്പെട്ടിട്ടില്ല. അദ്വൈതത്തിന് വിചാരപരമായ വിശകലനത്തിലൂടെ ഭാഷ്യം നൽകാൻ ശ്രമിച്ചു ഒരുപാട് ഭാരതീയ പ്രതിഭാശാലികൾ എന്നല്ലാതെ ഒരുപാട് ശങ്കരാചാര്യർ തൊട്ട് ഗോവിന്ദപാദർ തൊട്ട് ഗൗഡപാദർ തൊട്ട് നിരവധി ദാർശനികന്മാർ അദ്വൈതത്തെ ഉയർത്തിക്കാട്ടി ദാർശനിക തലത്തിൽ വിശകലനം ചെയ്യാൻ ശ്രമിച്ചു എന്നല്ലാതെ അദ്വൈതത്തെ ജീവിതത്തിൽ വ്യക്തി, സമൂഹ, രാഷ്ട്ര, ലോക ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്തുവാൻ ആരും ശ്രമിച്ചില്ല. പക്ഷേ
സൈദ്ധാന്തികമായി വിചാരപരമായി ഔന്നത്യം എന്ന ആ ദർശനത്തെ സമൂഹത്തിന്റെ മുന്നിൽ അവരൊക്കെ അവതരിപ്പിച്ചു എന്നല്ലാതെ എന്നാൽ ആദ്യമായി അദ്വൈതത്തിന് പ്രയോഗരൂപം നൽകിയ, എങ്ങനെ സമൂഹതലത്തിൽ അദ്വൈതത്തെ അവതരിപ്പിക്കണം എന്ന് കാണിച്ചു കൊടുത്ത, ഗ്രന്ഥത്താളുകളിൽ നിന്ന് അദ്വൈതത്തെ അടർത്തിയെടുത്ത് ദാർശനികന്മാരുടെ ചിന്താപഥങ്ങളിൽ നിന്ന് അദ്വൈതത്തെ വാരിയെടുത്ത് സമൂഹസേവനത്തിന്റെ, മാനവസേവനത്തിന്റെ, ലോകസേവനത്തിന്റെ തലത്തിലേക്ക് ആവിഷ്കരിച്ച, സംക്ഷിപ്തമായി പറഞ്ഞാൽ അദ്വൈതത്തിന് പ്രയോഗരൂപം നൽകിയ ആദ്യത്തെ മനുഷ്യൻ മുഹമ്മദ് നബിയാണ് എന്ന് വിവേകാനന്ദൻ സ്വിറ്റ്സർലൻഡിൽ വെച്ച് പറഞ്ഞപ്പോ, ഞാൻ വിശദീകരിക്കുന്നില്ല, പറയുന്നത് വിവേകാനന്ദൻ, പറയപ്പെട്ടത് അദ്വൈതം എന്ന ഭാരതീയമായ തത്വദർശനത്തെ സംബന്ധിച്ച് അതിന് പ്രയോഗരൂപം നൽകിയ ആദ്യത്തെ മനുഷ്യൻ. അദ്വൈതമാണ് ഞാൻ പറയുന്നത് എന്ന് പരിചയപ്പെടുത്താതെ, പറയാതെ, താൻ ബ്രഹ്മസൂത്രം പഠിച്ചു എന്നിട്ട് ഞാൻ വ്യാഖ്യാനിക്കുന്നു എന്നൊന്നും അവകാശപ്പെടാതെ, ഉപനിഷത്തുകളെയും ഗീതയെയും അവലംബമാക്കിയാണ് ഞാനിത് സംസാരിക്കുന്നത് എന്നൊന്നും ആരോടും ഒരവകാശവാദവും ഉന്നയിക്കാതെ, മനുഷ്യസേവനത്തിലൂടെ പരോക്ഷമായി അദ്വൈതത്തെ ആവിഷ്കരിച്ച ഒരു മനുഷ്യൻ, ആദ്യത്തെ മനുഷ്യൻ, പരിചയപ്പെടുത്തിയ മനുഷ്യൻ മുഹമ്മദ് നബിയാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ ഉണർത്തുന്നു. ഹിന്ദു ദാർശനികനായ വിവേകാനന്ദന് ഇസ്ലാം മതത്തിന്റെ, സത്യവേദത്തിന്റെ പ്രവാചകരത്നമായ മുഹമ്മദ് നബിയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ സാധിച്ചുവെങ്കിൽ, സത്യത്തിൽ പ്രവാചകൻ എന്നത് ഒരു പ്രത്യേക പ്രദേശത്തിന്റെ, പ്രത്യേക ജനപദത്തിന്റെ, പ്രത്യേക കാലഘട്ടത്തിന്റെ അതല്ലെന്നും, ചിന്തിക്കുന്ന മഹാമതികളുടെ മുഴുവൻ പൊതുസ്വത്താണെന്നും അതെന്റെ സഹോദരിയോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ആണെന്നും ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മറ്റൊരാളെ കൂടി അവതരിപ്പിക്കാം. നാരായണ ഗുരു എന്ന് പറഞ്ഞ് കേരളത്തിലെ പ്രകാശത്തിന്റെ ഗോപുരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ദാർശനികൻ, ഹൈന്ദവ ദാർശനികൻ, പാടുണ്ടെങ്കിൽ അങ്ങനെ പറയാം. ചിരപ്രവൃദ്ധമ, ഒരു രാത്രി കൊണ്ടുണ്ടായ കൂരിരുട്ടല്ലിത്. ദീർഘമായ ദിനരാത്രങ്ങളിലൂടെ മനുഷ്യ മനസ്സുകളിലും മനുഷ്യന്റെ സമൂഹത്തിലും നിറഞ്ഞുകിടക്കുന്ന കട്ടിപിടിച്ച അന്ധതാമിശ്രമില്ലേ കൂരിരുട്ട്, അതിനെ തുടച്ചു കളയുവാൻ, ചിരപ്രവൃദ്ധമാം തമസ്സകറ്റുവാൻ ധരയിലേക്ക് ഈശൻ നിയോഗിച്ച ദിവ്യൻ ആണ് എന്ന് പറയുന്നു. ആര്? മുഹമ്മദ്. ഇത് മറ്റൊരു കവിയുടെ ഭാവനയാണ്. മറ്റൊരു സൂര്യതേജസ് എന്ന്, അകത്തും പുറത്തും കളിയാടുന്ന അന്ധകാരത്തെ വിപാടൻ തുടച്ചു കളയുവാൻ വേണ്ടി ദൈവമയച്ച സൂര്യതേജസ്സാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് കരുതുക, ഒരിക്കലും ഒരു പ്രവാചകനും ഒരു വേദഗ്രന്ഥവും ഏതെങ്കിലും ഒരു ജനപദത്തിന്റെയോ പ്രദേശത്തിന്റെയോ കാലതലത്തിന്റെയോ മാത്രമല്ല എന്നും, അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് മനുഷ്യസാമാന്യത്തിന്റെ പൊതുസ്വത്താണ് എന്നും വരുന്നു. സ്വാഗതഭാഷകൻ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ മാത്രമാണ് എന്ന് കരുതുന്നത് മൗഢ്യമാണ്. അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞു, ഇത് മൗഢ്യമാണ്.